ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെറായി ബീച്ചിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്കിതിൽ കാണാം. അപ്പോൾ ഇനി വരുന്ന കൂട്ടുകാർക്ക് അത് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് റൂം എടുത്തിട്ടുള്ളത് ലേ പെറ്റിറ്റ് എലിഫൻറ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. അത് ചെറായി ബീച്ചിലെ ബീച്ച് സൈഡിലുള്ള ബീച്ച് വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഹൈജീനിക് ആയിട്ടാണ് ഈ റൂമൊക്കെ അവർ ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കോംപ്ലിമെൻ്ററി പ്രൊവൈഡിങ് ഉള്ളത്. ബാക്കി നമുക്ക് ലഞ്ചോ ഡിന്നറൊക്കെ വേണമെങ്കിൽ നമുക്ക് നിയർ ബൈ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി നമുക്ക് കഴിക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു 100 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് ചെറായിലെ ഒരു ഫേമസ് ഹോട്ടലാണ്, ശിവേട്ടൻ്റെ കട എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും പോയി ഭക്ഷണം ടേസ്റ്റ് ചെയ്യാം. നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന നല്ല ഒരു ഹോട്ടലാണത്. ഇവിടെ നമ്മുടെ ഇസക്കുട്ടി ഉണ്ട്. ഞങ്ങൾ ബൈക്കിലാണ് വന്നത്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഒരു ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ടയേർഡായി. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇസക്കുട്ടിയുടെ ഈ മുഖത്തെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇവൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര ജീവന. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കാണുന്ന ഒരു സന്തോഷമാണ് ഇവളുടെ മുഖത്ത് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് റെസ്റ്റിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയേക്കാണ് കക്ഷീനെ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ച സമയമായിരുന്നു. അത് തന്നെ നല്ല വിശപ്പാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ശിവേട്ടൻ്റെ കട വരെ ഒന്ന് പോയി കുറച്ച് പാഴ്സൽ ഫുഡൊക്കെ വാങ്ങി. അതിനുശേഷം നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകളിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ സീ വ്യൂ കണ്ട് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ദേശക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കാണ്, നേരെ പൂളിലേക്ക്. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി സമയമായിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു കടൽക്കാറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അധികം ചൂട് അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഈ ഒരു ടൈമിൽ പൂളിയിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും. ഈ ഒരു റിസോർട്ട് നല്ല പ്രൈവസി ഉള്ള റിസോർട്ടാണ്. മുന്നിൽ ഇപ്പോൾ ചെറായി ബീച്ച് റോഡ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റും നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസിയൊക്കെ ഇവിടെ നന്നായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനും ഹാപ്പി ആയിട്ട് ഇരിക്കാനും ഒക്കെ നല്ല ബെറ്റർ അറ്റ്മോസ്ഫിയറാണ് ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. പൂളിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈജീനിക് ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ പൂളിൽ വെള്ളം തന്നെയായാലും നല്ല ബ്ലീച്ച് ചെയ്ത നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അതിനൊപ്പം ഫിൽട്ടർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. മൊത്തം ഈ റിസോർട്ടിൽ ഒരു 2 കോട്ടേജും പിന്നെ കുറേ റൂംസൊക്കെയാണ് ഉള്ളത്. നിങ്ങളിപ്പോൾ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ല പ്രൈവസിയിൽ ഇവിടെ എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പൂള് തന്നെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,00,000 മേലെ ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഉള്ള വലിയൊരു പൂൾ തന്നെയാണ്. അപ്പോൾ ഒരു 20 പേർക്കുള്ള ഗ്രൂപ്പോ അല്ലെങ്കിൽ 30 പേരുള്ള ഗ്രൂപ്പൊക്കെ വരാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ വന്ന ടൈമും പിന്നെ ഉച്ച ടൈം ആയതുകൊണ്ട് ആരും പൂളിലുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. മാക്സിമം നീന്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഈ സൂട്ടി അതിൻ്റെ ഇടയിൽ നീന്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങളൊരു 2-3 മണിക്കൂറോളം പൂളിൽ തന്നെയായിരുന്നു. അങ്ങനെ പൂളിലത്തെ കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ഒരു 5 o'clock ആയിട്ടുണ്ടാവും, 5 o'clock 6 o'clock ആയിട്ടുണ്ടാവും. ഇന്ന് പിന്നെ ഈ വീക്കെൻഡ് ഡേയ്സൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് കുട്ടികളും ഫാമിലികളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യുന്നതൊക്കെ കാണാം അവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇസക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പരിപാടി ഞങ്ങളിവിടെ ചെയ്തായിരുന്നു. കടലിലത്തെ ഈ മണൽ വാരി അതുകൊണ്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുക, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക.
അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ അവളുടെ ഒപ്പം കൂട്ടുകൂടി. അങ്ങനെ കടലിൻ്റെ തീരത്ത് ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികളും ചേട്ടന്മാരൊക്കെ കളിക്കുന്നതും കുളിക്കുന്നതൊക്കെ കണ്ട് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു വരാണ് ചെയ്തത്. അത് ഏതാണ്ട് ഒരു 7 മണി ടൈമായി ഇറങ്ങിയപ്പോൾ. പിന്നെ വന്നപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ വീണ്ടും വന്ന് പൂളിലേക്ക് വീണ്ടും ഒരു ചാട്ടം. അങ്ങനെ പൂളിൽ വീണ്ടും ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ വീണ്ടും സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇവരെ രണ്ടുപേരെയും റൂമിലാക്കി ചെറായി സെൻട്രലിലേക്ക് ഫുഡ് വാങ്ങാൻ പോയി. അപ്പോൾ പോയി ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസ്, പൊറോട്ട, പിന്നെ ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ ഇതൊക്കെ മേടിച്ച് വന്ന് റൂമിലിരുന്ന് കഴിച്ചു. അങ്ങനെ ഗുഡ് മോർണിംഗ് എവരിബഡി. ഞങ്ങൾ കാലത്ത് ഒരു 7 മണിയോട് കൂടി എഴുന്നേറ്റു. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ ഒരു ഭംഗി കാണാൻ ഇങ്ങനെയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് കടലായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കടലിലേക്ക് ആക്സസ് ചെയ്യാം. നേരെ കടൽ വൈബ് പിടിക്കാൻ വേണ്ടി നേരെ പുറത്തിറങ്ങി. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ടുകളും കപ്പലുകളൊക്കെ അവിടെ ഇവിടേക്ക് കാണാം ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കുറേ ചേട്ടന്മാരൊക്കെ ഇവിടെ വന്ന് വല വീശിനൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് ഈ ഒരു ടൈം ഒരു 7 മണി ടൈമിലൊക്കെ കടൽ തീരത്ത് പോയിരുന്ന് അതൊക്കെ ഒന്ന് കാഴ്ചകൾ കാണുക, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നത്. അതൊന്നും പോരാണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുകളിൽ തന്നെ നമുക്കിത് കാണാനുള്ള, അതായത് കടൽ മുകളിൽ നിന്ന് കാണാനുള്ള ഒരു നല്ല സൈഡ് വ്യൂയിങ്ങും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കസാര ഇട്ടിരുന്നു. ഇസുകുട്ടി കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു, കുറേ നേരം എൻജോയ് ചെയ്തോള്. അങ്ങനെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരുന്നത് ഒരു 8 മണിയോട് കൂടിയാണ്. 8 മണി 8:30. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നൂലപ്പവും പിന്നെ മുട്ട റോസ്റ്റും. അപ്പോൾ ഇസുകുട്ടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ തന്നെ കഴിച്ചോളും, വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് എടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കൊരു 8:30 കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവുന്നത്. നല്ല കോഫിയും 2-3 കോഫി ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഫുള്ള് ചെറായി ബീച്ച് എക്സ്പ്ലോർ ചെയ്ത് പിറ്റേ ദിവസം വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.